അപ്പോൾ പുതിയ വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഞാൻ പറയാം, ഞാൻ ടൈം ബക്സിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി സർവേ ക്വാളിഫൈഡ് ആവുന്നില്ലേ, എന്തുകൊണ്ടാണ് ക്വാളിഫൈഡ് ആവാത്തത്, അതിന് കാരണം പറയാമോ, ക്വാളിഫൈഡ് ആവുന്ന വീഡിയോ ഇടാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാം. ഈ വീഡിയോ തന്നെ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാം. അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും. അതേപോലെ തന്നെ ക്വാളിഫൈഡ് ആവുന്ന സർവേൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചും കൂടെ തരാം. അപ്പം നിങ്ങൾക്ക് ഇത്തുകൂടെ മനസ്സിലാവും. ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ജസ്റ്റ് സബ് ചെയ്യുക, അതേപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ അതേപോലത്തെ ലേണിങ്സ് വീഡിയോസും ബ്യൂട്ടീസ് വീഡിയോസും ഒക്കെ ഞാൻ ഇട്ട് തരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്തുകൊണ്ടാണ് സർവേ ഡിസ്ക്വാളിഫൈഡ് ആവുന്നത് എന്ന് പറയാം. ഓക്കെ, അപ്പം ഞാൻ നിങ്ങളുടെ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ടൈം ബക്സ് എന്ന് പറയുന്നത് ഒരു പുറത്തുള്ള ഒരു കമ്പനിയാണ്, ഒരു ഓസ്ട്രേലിയൻ കമ്പനിയാണ്. അപ്പോൾ ആ ഓസ്ട്രേലിയൻ കമ്പനി മൈക്രോ ടാസ്ക് ആയിട്ട് ഇങ്ങനെ സർവീസും കാര്യങ്ങളും പുറത്തുള്ള കമ്പനീസിലും കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു പ്ലാറ്റ്ഫോമിലും തരുന്നുണ്ട്. അപ്പോൾ കുറേ പേർക്ക് അറിയത്തില്ല. അപ്പം ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന് നമ്മൾ എന്താ പറയുക, നമ്മുടെ പ്രൊഫൈല് നമ്മൾ ജോലി ചെയ്യുന്നവരാണോ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് അവർ നമുക്ക് ഓരോ സർവീസും തരുന്നത്. അപ്പം നമ്മൾ സർവീസിനനുസരിച്ച് നമ്മുടെ നമ്മൾ കൊടുക്കുന്ന ക്വാളിഫിക്കേഷൻ, ഇപ്പം നമ്മളിപ്പോൾ ഒരു ജോലിക്ക് ഇൻ്റർവ്യൂവിന് ചെല്ലുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെസ്യൂമെ ഒക്കെ കൊടുക്കൂലേ, അപ്പോൾ അതിന് നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം പക്ക ഒന്നായിരിക്കത്തില്ല. അപ്പോൾ അതേപോലെയാണ് നമ്മൾ സർവീസിലും കൊടുക്കേണ്ട കാര്യം. സർവേ നിങ്ങൾ എടുക്കുന്ന സമയത്ത് തുടക്കം തന്നെ സർവേയിൽ കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളെടുത്ത് ചോദിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ പേര് ചോദിക്കില്ല, പ്ലേസ് ചോദിക്കും, പിൻകോഡ് ചോദിക്കും, അതേപോലെ തന്നെ വരുമാനം ചോദിക്കും, ഏത് ജോലിയാണ് ചെയ്യുന്നത് എന്ന് ചോദിക്കും, വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കും, വീട്ടിൽ എന്തൊക്കെ ഉപകരണങ്ങളുണ്ടെന്ന് ചോദിക്കും, പിന്നെ നിങ്ങളുടെ കമ്പനിയിൽ എത്ര വർക്കേഴ്സ് ഉണ്ടെന്ന് ചോദിക്കും, പാർട്ട് ടൈം ആയിട്ടാണോ ഫുൾ ടൈം ആയിട്ടാണോ നിങ്ങൾ ജോലി ചെയ്യുന്നത് എന്ന് ചോദിക്കും. പിന്നെ ചോദിക്കുന്നത്, കോമൺ ആയിട്ട് ചോദിക്കുന്നത് നിങ്ങളുടെ വാർഷിക വരുമാനം, മാസ വരുമാനം, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാ സർവേയിലും കോമൺ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കോമൺ ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള ഈ കാര്യം, അതായത് നിങ്ങളെ പറ്റിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, നമ്മളെ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രം ഉണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സത്യസന്ധമായ കാര്യങ്ങൾ കൊടുക്കാം. അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, സർവേസ് കുറേ വരത്തില്ല, വരും. പക്ഷെ അവർ ടാർഗറ്റ് ചെയ്യുന്നത് ഇന്ന ജോലിയിലുള്ള ഇത്ര പേർക്ക് ഈ സർവേ അയച്ചു കൊടുത്ത് അവരിൽ നിന്ന് നല്ല അഭിപ്രായം കിട്ടുമെന്ന് പറഞ്ഞായിരിക്കും അവർ സർവേ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഹൗസ് വൈഫാണ്, നമ്മൾ ജോലിയൊന്നും ചെയ്യുന്നില്ല അങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രൊഫൈൽ ആ സർവേയുടെ തുടക്കം തന്നെ കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും, അവർ ടാർഗറ്റ് ഗ്രൂപ്പിൽ നിങ്ങളില്ല. അപ്പം നിങ്ങളെ അവർ ഡിസ്ക്വാളിഫൈഡ് ചെയ്യും. അതാണ് ഒന്നാമത്തെ കാര്യം. ഒന്നും കൂടെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അതായത് ഇപ്പം ഞാനിപ്പം ഒരു കമ്പനി തുടങ്ങുവാണ്. ആ കമ്പനിയിൽ എനിക്കിപ്പം സോപ്പ് എന്താ പറയുക, സോപ്പ് നിർമ്മിക്കുന്ന ആൾക്കാരുടെ ഒരു സർവേ, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായത്തിന് വേണ്ടി, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു സർവേ ഇടുന്നു. അപ്പോൾ ആ സർവേയിൽ കയറുന്ന ആൾക്കാർ സോപ്പ് കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള സർവേയിലായിരിക്കുമല്ലോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഈ സർവേ ഇടുന്ന എനിക്ക് വേണ്ടത് സോപ്പ് കമ്പനി ജോലി ചെയ്യുന്ന ആൾക്കാർ തരുന്ന സർവേ ആണ്, അല്ലാതെ ഒരു ജോലിയോ ഇല്ലാത്ത ആൾക്കാർ തരുന്ന സർവേ അല്ല വേണ്ടത്. അപ്പം നോർമലി ഈ സോപ്പ് കമ്പനിയിലോട്ട് ജോലി ചെയ്യുന്നവരാണ് എന്ന് നമ്മൾ ആദ്യമേ സർവേയുടെ ക്വാളിഫിക്കേഷനിൽ നോർമലി കൊടുത്തിട്ടുള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ആ സർവേ കിട്ടും. ഈ ഓൾറെഡി അങ്ങനെ കൊടുത്തിട്ടില്ല എന്നുള്ളവരാണ്, ഒരു ജോലിയും ചെയ്യുന്നില്ല, അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ ആൾക്കാർ സർവേ കിട്ടത്തില്ല, അത് അൺക്വാളിഫൈഡ് ആയി പോവും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് ഇനിയും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അതായത് ഇപ്പം വീണ്ടും വീണ്ടും പറയുമ്പോൾ എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആവുന്നുണ്ട് കേട്ടോ, അതാണ് ഇങ്ങനെ അതായത് എന്ന് പറയണേ. അതായത് ഇപ്പം ഞാനിപ്പോൾ കൊടുക്കുന്നത് ഐ ടി മേഖലയെ പറ്റിയാണ് കൊടുക്കുന്നത്. അതായത് ഞാൻ സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പം അവർ നോക്കുന്ന കാറ്റഗറിയിൽ ഈ കാറ്റഗറി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ആ സർവേ നമുക്ക് തരും. നമുക്ക് തോന്നിയ പോലെ ഓരോ സർവേയിലും നമ്മൾ ഓരോ ആൻസേഴ്സ്, നമ്മൾ ബേസിക് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് എല്ലാ സർവേയിലും ചോദിക്കും. ആ കാര്യങ്ങൾ നിങ്ങൾ പല സർവേയിലും പലതാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സർവേ കിട്ടത്തില്ല, നിങ്ങൾക്ക് അൺക്വാളിഫൈഡ് ആയിക്കൊണ്ടേയിരിക്കും. ഇപ്പം ഞാൻ തന്നെ 2-3 സർവേ, എനിക്ക് എല്ലാ സർവേയും കിട്ടാറില്ല. കാരണം ഞാൻ കൊടുത്തിട്ടുള്ള പ്രൊഫഷനും എംപ്ലോയ്മെൻറ്റും അങ്ങനെയെല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്ക് അവരിട്ടിരുന്ന സർവേ ആ ബേസിന് വെച്ചിട്ടുള്ള സർവേസ് ആയിരിക്കും. മനസ്സിലായോ? അപ്പം നിങ്ങൾ കൊടുത്തിട്ടുള്ളത് എൻജിനീയർ ആണെന്ന് വെച്ചോ, ജോലി കൊടുത്തിട്ടുള്ള എൻജിനീയർ ആണെന്നുണ്ടെങ്കിൽ എൻജിനീയേഴ്സിൻ്റെ ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഉള്ള സർവേ ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ വരുന്നത്. അതേപോലെ തന്നെ ചില മേക്കപ്പ് പ്രൊഡക്റ്റിൻ്റെ ഈയിടെയായിട്ട്
ഇപ്പോൾ ലൈഫ് ബോയുടെ പുതിയൊരു സോപ്പ് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് സർവേയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ട് അവർ സർവേ ഉണ്ടാക്കും. അത് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തിട്ട് അതും ചെയ്ത് അവർ പറയുന്ന സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ അതിന് ശേഷമോ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ റിവാർഡ് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോഴേ ടൈം ബക്സിൻ്റെ സപ്പോർട്ട് ടാബിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്താൽ മതി, അത് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് സർവേ ക്വാളിഫൈഡ് ആവാത്തത്. പ്രത്യേകം ശ്രദ്ധിക്കുക, സർവേ ക്വാളിഫൈഡ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങളുടെ അടുത്ത് ജോലി ചോദിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ജോലി സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ആണെന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് അത് ക്വാളിഫൈ ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമതൊരു സർവേയിൽ കയറിയിട്ട് അതിൻ്റെ അകത്ത് നിങ്ങൾ എഞ്ചിനീയർ ആണെന്ന് കൊടുത്തെന്ന് വെച്ചോ, അപ്പോൾ അത് നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആവത്തില്ല. മൂന്നാമത്തെ ഒരു സർവേ വരുന്നു, അപ്പോൾ അതിൽ കയറിയിട്ട് നിങ്ങളുടെ പ്ലംബർ ആണെന്ന് കൊടുത്തെന്ന് വെച്ചോ, അത് നിങ്ങൾക്ക് കിട്ടത്തില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങളടുത്ത് ജോലി ചോദിക്കുന്നത് എപ്പോഴും ഈ കമ്പനി നയിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് നിങ്ങളെ മോണിറ്റർ ചെയ്യും, നിങ്ങൾ ചെയ്യുന്ന വർക്ക് മോണിറ്റർ ചെയ്യും. ഇത് ചുമ്മാതെ നമുക്ക് തോന്നി എനിക്ക് ആൻസർ കൊടുക്കാൻ പറ്റിയ ഒന്നല്ല. നമ്മളിപ്പോൾ കമ്പനിയിൽ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിക്കാർ നമ്മളെ വാച്ച് ചെയ്യത്തില്ലേ, മാനേജറോ അങ്ങനെയുള്ള ആൾക്കാർ. അതേപോലെ തന്നെ ഈ സിസ്റ്റത്തിലും ഇതിൻ്റെ കമ്പനിയിലെ ആൾക്കാർ നമ്മൾ കൊടുക്കുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് മോണിറ്റർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതാണ് നമ്മൾ സർവേ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പറയുന്നത്, ശ്രദ്ധിച്ച് നോക്കി വായിച്ച് കറക്റ്റിന് ചെയ്യാമെന്ന് പറയുന്നത്. സർവേയുടെ ബേസിക് ആയിട്ട് ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി വീഡിയോ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ഒരേപോലെ തന്നെയാണ്. ഒരു സർവേ കൊടുത്തിട്ട് അത് നിങ്ങൾക്കിപ്പോൾ ക്വാളിഫൈഡ് ആയില്ല എന്ന് വെച്ചോ, കുഴപ്പമില്ല, നിങ്ങൾ സീനില്ല, അടുത്തൊരു സർവേ ചെയ്യുക, അതിൻ്റെ അകത്ത് ഇതേപോലെ കൊടുക്കുക, മൂന്നാമതും സർവേ കിട്ടുന്ന അതിലും ഇതേപോലെ കൊടുക്കുക. ഇങ്ങനെ കൊടുത്ത് നിങ്ങൾ എല്ലാ സർവേയിലും ഒരേപോലെയാണ് ആൻസർ കൊടുക്കുന്നത് എന്നറിഞ്ഞാൽ മാത്രമേ അവർ നിങ്ങൾക്ക് ഒരുപാട് സർവീസ് ഇട്ടുതരും. കാരണം നിങ്ങൾ ആ ജോലി ചെയ്യുന്ന ആളാണെന്നും നല്ല വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെന്നും അവർക്ക് തോന്നും. അപ്പോൾ അവർ സർവേ ഇട്ടുതരും. പിന്നെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് ചാർജ് ബാക്ക് വരുന്ന ചേച്ചി, അത് ഏണിങ്സിന് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന, അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം ഞാനൊരു സർവേ ചെയ്യുവാണ്. ഇപ്പോൾ $1 സർവേ ആണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ സർവേ ചെയ്യുവാണ്. അപ്പോൾ അവരിട്ട് തന്ന ചോദ്യത്തിന് ഇപ്പം എന്താ പറയുക, ഇപ്പം ഒരു ക്രീമിനെ പറ്റിയിട്ടുള്ള സർവേ ആണെന്ന് വെച്ചോ, അവർ പറയുന്നു 20 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറയുന്നു. അപ്പോൾ സ്പീഡ് പാടില്ല എന്നൊക്കെ അതിന് മുന്നിൽ നിർദ്ദേശങ്ങൾ അവർ കുറേ ഇൻട്രൊഡക്ഷൻ ആയിട്ട് തരുന്നതിൽ നമ്മൾ എഗ്രി ചെയ്തിട്ടല്ലേ കയറുന്നത്. അതിൻ്റെ അകത്ത് അവർ ഓപ്ഷൻസ് കൊടുത്തിരിക്കുക. അപ്പം നിങ്ങൾ ജസ്റ്റ് അത് വായിച്ച് നോക്കിയിട്ട് സ്പീഡ് കുറച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ പെട്ടെന്ന് നമുക്ക് തോന്നിയതുപോലെ കുറേ നേരം നമ്മൾ ഫോണിൽ കുത്തിയിരിക്കുമ്പോൾ നമുക്ക് ബോറടിക്കും. അപ്പം നമ്മൾ തോന്നിയ പോലെ അത് ഇത് രണ്ട് അങ്ങനെയല്ല ഇങ്ങനെയല്ല ഇങ്ങനെ പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് ആൻസർ ചെയ്ത് പടപടാ ചെയ്തിട്ട് സർവേ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞ ഒരു മെസ്സേജും വരും. നമുക്ക് $1 ക്രെഡിറ്റ് ആവുകയും ചെയ്യും. ഈ പറയുന്ന സർവേ അവർ വാല്യൂ ചെയ്യുന്നത് മേ ബി ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടോ ഒരാഴ്ച കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടോ ആയിരിക്കും ആ സർവേ ഒക്കെ അവർ റിവ്യൂ ചെയ്ത് പോകുന്നത്. ആ പോകുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി നമ്മൾ ആ പൈസ നമുക്ക് വിഡ്രോവലായി കിട്ടുകയും ചെയ്യും, നമ്മൾ മേടിക്കുന്നുണ്ടല്ലോ. അപ്പം ആ റിവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്ത ആൻസർ അവരുദ്ദേശിച്ച കണക്കല്ല, തെറ്റാണ്, നമ്മൾ തോന്നിയ പോലെയാണ് ആൻസർ ചെയ്തിട്ടേ ഉള്ളത് എന്നുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാവും. അപ്പം അവർ വിചാരിക്കും നമ്മൾ എന്തിനാണ് ഇവർക്ക് വെറുതെ പൈസ കൊടുക്കുന്നത്, അവർ തെറ്റല്ലേ നമുക്ക് പറഞ്ഞു തന്നത്, അപ്പം തെറ്റിന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, ശരിയായിട്ടുള്ളവർക്കല്ലേ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് അവർ നമ്മളെ ടൈം ബക്സ് അക്കൗണ്ടിൽ നിന്നിട്ട് ഇപ്പോൾ $1 നിങ്ങൾക്ക് കിട്ടിയത്, ആ $1 അവർ ചാർജ് ബാക്കായിട്ട് ചോദിക്കും. അതായത് നമ്മൾ തന്ന പൈസ നിങ്ങൾ തെറ്റായിട്ടാണ് മേടിച്ചിട്ടുള്ളത്, അപ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞ് അവർ തിരിച്ചു മേടിക്കും. അപ്പം നമ്മളെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പോകത്തില്ല, നമ്മുടെ ടൈം ബക്സിൽ നമ്മൾ പിന്നെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ് ഉണ്ടല്ലോ, അത് നമ്മളിലെ പലിശ കടം അടയ്ക്കുമല്ലോ, അതേപോലെ നമ്മൾ ടൈം ബക്സ് അക്കൗണ്ടിൽ കയറുന്ന പൈസയിൽ നിന്ന് അവർ $1 അങ്ങ് പിടിക്കും. അങ്ങനെയാണ് ചാർജ് ബാക്ക് വരുന്നത്. പിന്നെ ചാർജ് ബാക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2, 3, 4 തവണയൊക്കെ ചാർജ് ബാക്ക് വരുന്നത് കുഴപ്പമില്ല. കുറേ പ്രാവശ്യം ആകുമ്പോൾ നമ്മളെ അവർ സർവേയിൽ നിന്നും ബ്ലോക്ക് ചെയ്യും. കാരണം നമ്മൾ നിരന്തരമായിട്ട് തെറ്റായിട്ടുള്ള ഉത്തരവാണ് കൊടുക്കുന്നതെന്ന് വിചാരിച്ചിട്ട് അവർ നമ്മളെ ബ്ലോക്ക് ചെയ്യും. എനിക്ക് ഈ ഇടയ്ക്ക് 3 ചാർജ് ബാക്കും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എന്ത് സ്പീഡിന് ചെയ്തതെന്നാണ് അവർ റീസൺ പറഞ്ഞത്. അപ്പോൾ അത് അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ അതാണ് ചാർജ് ബാക്ക് എന്നുള്ളത്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കമൻറ്റ് സെക്ഷനിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോഴേ വിചാരിച്ചാണ് വീഡിയോ ഇടണമെന്ന്. അപ്പം ഇതുകൊണ്ടാണ് ചാർജ് ബാക്ക് വരുന്നത്. അതൊരു റെഡായിട്ട് നിങ്ങൾക്ക് വന്ന് കിടക്കും. അപ്പോൾ നിങ്ങളത് പരമാവധി നിങ്ങളത് മാക്സിമം പേടിക്കേണ്ട. നിങ്ങളത് എന്താ പറയുക, ശരിയായ രീതിയിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾ കറക്റ്റിന് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നിങ്ങളെല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര $1 ആകുമ്പോഴാണ് വിഡ്രോവൽ എന്ന് ചോദിച്ചിട്ടുണ്ടത്.
അത് ഇപ്പോഴത്തെ അപ്ഡേഷൻ വെച്ചിട്ട് $3 ആകുമ്പോൾ വിഡ്രോവൽ ഉണ്ടാവും. $3 ആകുമ്പം നമ്മുടെ ഇന്ത്യൻ റുപ്പിയിൽ ഒരു 200 സംതിങ്ങോ 200 സംതിങ് 300 സംതിങ് ആ റേഞ്ചിൽ നിൽക്കും. അപ്പോൾ അത് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാം. അങ്ങനെ എടുക്കാം പെട്ടെന്ന് അത്യാവശ്യമുള്ളവർക്ക്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് ഓപ്ഷനിൽ പോയിട്ട് പേയ്മെൻറ്റ് ഹോൾഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഓക്കെ ആക്കി വെക്കുക. ഓക്കെ ആക്കുമ്പോൾ നിങ്ങളുടെ മെയിലിലോട്ട് ഒരു വെരിഫൈ മെയിൽ പോകും. അത് നിങ്ങൾ മെയിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് അവിടെ ഹോൾഡ് ആവും. പിന്നെ നിങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ പേയ്മെൻറ്റ് തിരിച്ച് കിട്ടത്തുള്ളൂ. അതായത് നിങ്ങൾ പറയുമ്പോൾ മാത്രമേ പേയ്മെൻറ്റ് നിങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ട് തരൂ. അപ്പോൾ നിങ്ങൾക്ക് 1000 2000 3000 ആക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാം. ഓക്കെ. ഐ ഡി വെരിഫിക്കേഷൻ ചോദിച്ചവർക്കാണ്. ചിലവർക്ക് ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം ചിലവർക്ക് ചെയ്യണം. ഇപ്പം ആധാർ കാർഡ് നിർബന്ധമല്ല. അതേപോലെ തന്നെ വെരിഫിക്കേഷൻ ചെയ്യുന്നതിന് ഫേസ്ബുക്ക് പ്രൊഫൈൽ ഓക്കെയാണ്. പിന്നെ കുറേ പേർക്ക് പറ്റുന്നില്ല എന്ന് പറയുന്നു. അത് അവർ തന്നെ അവരുടെ സപ്പോർട്ട് ടാബിൽ മെസ്സേജ് അയച്ചിട്ട് പറയണം, എന്തുകൊണ്ടാണെന്ന് ചോദിക്കണം. പലർക്കും പല രീതിയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് അപ്ഡേഷനൊക്കെ അല്ല, എനിക്ക് ടൈം ബക്സിൽ ഇതായ സമയം എന്തിനാന്ന് വെച്ചാൽ ആധാർ കാർഡും പിന്നെ നമ്മുടെ ഒരു ഫോട്ടോ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈം ബക്സ് എന്ന് എഴുതി അത് മാത്രമായിരുന്നു. ഇപ്പം കുറേ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. വർഷങ്ങൾ കഴിയും തോറും ദിവസങ്ങളും മാസങ്ങളൊക്കെ വിട്ടിട്ട് അവർ ഓരോ ദിവസം ഇതിടുന്നുണ്ട്. ടിപ്സ് ഓഫ് ദ ഡേ എന്നും പറഞ്ഞ് അവരിടും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അവരെപ്പോഴും ഈ ടൈം ബക്സിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഇടും. പിന്നെ കുറച്ച് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു 2 അക്കൗണ്ട് വേറൊരു ഫോണിലോട്ട് എടുക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് എടുക്കുന്നതിന് കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫോണിൽ നിന്ന് തുടങ്ങുമ്പോൾ ഈ ഫോണിൻ്റെ IP അഡ്രസ്സും കാര്യങ്ങളും അവർ ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പം നമ്മൾ ഒരു അക്കൗണ്ട് ഉണ്ടെന്ന് അറിയുമല്ലോ. അപ്പോൾ വേറൊന്നിൽ നമ്മൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും അതിലും കൊടുക്കാതിരിക്കുക. വേറെ ആരുടെയെങ്കിലും കൊടുക്കുക, വീട്ടിലുള്ളവർ ആരുടെയെങ്കിലും കൊടുക്കുക, അങ്ങനെ തുടങ്ങാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഫ്രോഡ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ നമുക്ക് പിന്നെ സർവീസ് ഒന്നും തരത്തില്ല. അങ്ങനെയൊക്കെ ചെയ്ത് കളയും. അപ്പം നിങ്ങൾക്ക് ഞാൻ വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. അതായത് നിങ്ങൾക്കാവുന്നത് പോലെ തന്നെ എനിക്കും ഇതിപ്പം സർവീസ് ഡിസ്ക്വാളിഫൈഡ് ആവാറുണ്ട്. കണ്ടോ, ഇതിപ്പം ഞാൻ കറക്റ്റിന് കാര്യങ്ങൾ കൊടുത്താൽ എനിക്കിപ്പോൾ ഡിസ്ക്വാളിഫൈഡ് ആവും. കാരണം എന്തെന്ന് വെച്ചാൽ അവർ ആ സമയത്ത് നോക്കുന്ന ഒരാൾ ഞാനല്ല. അതുകൊണ്ടാണ് അവർ എനിക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ തരുന്നത്. ആ സമയത്ത് തന്നെ വേറൊരു സർവേയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങളും അതിൻ്റെ കയറിയിട്ട് നിങ്ങളും എൻ്റെ അവരുടെ പ്രൊഫഷൻ കൊടുക്കുമ്പോൾ എന്നെ വീണ്ടും അവർ ഡിസ്ക്വാളിഫൈഡ് ആക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള, അതായത് $0.230 കിട്ടിയിട്ടുള്ള ഒരു സർവേ ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. അതിൻ്റെ അകത്ത് ഞാൻ എൻ്റെ കറക്റ്റ് കാര്യങ്ങളാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഫീമെയിലെന്ന് കൊടുത്തു. പിന്നെ എൻ്റെ അടുത്ത് പോസ്റ്റ് കോഡ് ചോദിച്ചപ്പോഴത്തേക്ക് ഞാനത് മറ്റേ ഡൽഹിയാണല്ലോ ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പോസ്റ്റ് കോഡ് കൊടുത്തു. പിന്നെ വയസ്സ് ചോദിച്ചപ്പോൾ അത് കൊടുത്തു. പിന്നെ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്പർ കറക്റ്റ് പ്ലീസ് സെലക്ട് 2 എന്നുള്ള ഓപ്ഷൻ 4 കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് അവർ ക്വാളിറ്റി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അവർ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്. ഇതിൻ്റെ അകത്ത് എനിക്ക് കൂടുതലും ചോദിച്ചിട്ടുണ്ടായിരുന്ന BJP പാർട്ടി, നമ്മുടെ പാർട്ടിയിലെ, അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു സർവേ ആയിരുന്നു ഈ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഇഷ്ടത്തിനുള്ള ആൻസർ എനിക്ക് ഏതാണ് തോന്നുന്നത്, അപ്പോൾ അതിന് ആപ്റ്റായിട്ടുള്ള എങ്ങനെയാണ് നമുക്ക് വായിച്ച് നോക്കുമ്പം ഒരു ഐഡിയ കിട്ടുമല്ലോ. അതാണ് ഞാൻ കൊടുത്തത്. ഈ സർവേ നമുക്ക് 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു ചെറിയ സർവേ ആയിരുന്നു. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അവർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് എനിക്ക് ട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ, പൊളിറ്റീഷ്യൻസിലും ജേർണലിസ്റ്റിലും ട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള എൻ്റെ ഒപ്പീനിയൻസാണ് ഇതിൻ്റെ അകത്ത് എനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഞാൻ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എനിക്ക് അങ്ങനെയുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിക്ക് കൊടുക്കാം. 100 പോയിൻ്റ് വെച്ചിട്ട് കൊടുക്കണമായിരുന്നു. അപ്പോൾ എനിക്കിഷ്ടമുള്ളത് ഞാൻ കൊടുത്തു. പിന്നെ അതേപോലെ തന്നെ പാർട്ടി, ഞാനിപ്പോൾ ആദ്യമേ സെലക്ട് ചെയ്ത പാർട്ടി ഏതാണ്, ആ പാർട്ടീനെ പറ്റിയാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ ചോദിക്കുന്നത്. ഞാൻ എത്ര റേറ്റ് കൊടുക്കുന്നു, ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിക്കൊക്കെ ഉള്ള ചോദ്യമായിരുന്നു. അപ്പോൾ ഞാൻ റാൻഡമായിട്ട് പാർട്ടി 3 കൊടുത്തിരുന്നാൽ നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടീനെ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ അതിനെ പറ്റിയിട്ട് ആ കൊള്ള അടിപൊളിയാണ് താഴ്ത്തി കെട്ടാതെ നമ്മൾ സൂപ്പറാണ് അങ്ങനെയുള്ള രീതിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കൂടെ ബെറ്റർ ക്വാളിഫിക്കേഷൻ സ്കോറും കയറും. ഈ ഒരു സർവേ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇങ്ങനത്തെ സർവേ ഒരു 10,000 പേർക്കൊക്കെ കിട്ടും. എല്ലാ സർവേയും അവർ ടാർഗറ്റ് ചെയ്യുന്നത് ആദ്യം ചെയ്യുന്ന 10,000 പേർക്കായിരിക്കും. അപ്പോൾ അങ്ങനെ 10,000 പേര് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ കോട്ട ഫുള്ളായി പോകും. അപ്പോൾ അതിന് ശേഷം അവർ ഇതാക്കത്തില്ല. പിന്നെ നമ്മൾ എൻ്റെ അടുത്ത് ചോദിച്ചത് എന്താണ്
ഇതിനെപ്പറ്റി തന്നെ നമ്മൾ ബെറ്റർ പ്ലേസ് ആണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റേതായ രീതിക്ക് എനിക്ക് ആപ്റ്റാണെന്നുള്ള ഉത്തരവാണ് കൊടുത്തത്. ഞാൻ നിങ്ങൾക്ക് സ്ലോ ആയിട്ട് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഓപ്ഷൻസൊക്കെ വന്നാൽ ഏത് കൊടുക്കണം എന്നുള്ളൊരു ഇത് കാണും. അപ്പം നമ്മൾ ഒരിക്കലും ഈ തരുന്ന സർവേസും കാര്യങ്ങളും അവരെ നമ്മൾ താഴ്ത്തി കെട്ടുക മീൻസ് അവർക്ക് ക്വാളിറ്റി ഇല്ലാതെ നോട്ട് എഗ്രി എന്നുള്ളതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മേ ബി കുറച്ചേ കിട്ടത്തുള്ളൂ. അതായത് നമ്മൾ സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന രീതിക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സർവേ പിന്നെ കുറയും. അപ്പം നമ്മൾ എല്ലാം സൂപ്പറാണ്, പൊളിയാണ്, ഇത് നമുക്ക് കൂടുതൽ ഉപകാരമാണ് എന്നുള്ള രീതിക്കാണ് ഞാൻ സർവേയിൽ കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്തിരി കൂടെ സർവേ കിട്ടും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം നമുക്കിപ്പോൾ ഏതൊരു സാധനം അയച്ചു തന്നിട്ടും നല്ല അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ചാനലിലുള്ളവരില്ലെങ്കിൽ ഈ ഐഡിയ ഉള്ള പെങ്കൊച്ചല്ലെങ്കിൽ ആ ചെറുക്കൻ നല്ലതുപോലെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ അവർക്ക് വീണ്ടും അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു സപ്പോർട്ട് കിട്ടും എന്ന് വിചാരിച്ചിട്ട് അവർ വീണ്ടും വീണ്ടും ഇങ്ങനത്തെ കുറച്ച് ടൈം ഡ്യൂറേഷനുള്ള സർവേസ് അയച്ചു തരും. അപ്പം നിങ്ങൾക്കിത് എന്താ പറയുക, നിങ്ങൾക്കും അത് അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സർവേ എന്നല്ല, ഏതൊരു സർവേ ചോദിച്ചാലും നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാം. പിന്നെ അവർ വേറെ സെക്ഷനിലോട്ടാണ് പോയത്. അപ്പോൾ ആ സെക്ഷനിൽ ചെന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങളായിരുന്നു പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ രീതിക്കുള്ളത് കൊടുത്തു. പിന്നെ എനിക്ക് വളരെ ഇഷ്ടമാണെന്നും വെരി ലൈക്ലി എന്നുള്ളതും അൺലക്കി ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. ലൈക്ലി മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളൂ. അങ്ങനെ മാത്രമേ കൊടുക്കാവൂ. അപ്പോഴേ നമുക്ക് ഇത്തിക്കൂടെ എന്താ പറയുക, ഇത്തിക്കൂടെ ഒരു പെട്ടെന്നൊരു ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ആ രീതിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് 91% 100% നമ്മൾ ഒരു സർവേ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം 91% ആയി കഴിഞ്ഞല്ലോ. പിന്നെ ഇനിയിപ്പം എന്തായാലും നമുക്ക് ഈ സർവേ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിക്കാമെന്ന് വെച്ചാൽ നമ്മൾ സ്ലോയും പിന്നെ അതേപോലെ തന്നെ കറക്റ്റും ആയിരിക്കണം ഇതിൻ്റെ കാര്യങ്ങൾ കൊടുക്കുന്നത്. ചിലപ്പം നമ്മൾ പെട്ടെന്ന് അങ്ങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേ ബി അവർ നമുക്ക് ക്വാളിഫൈഡ് ആയിട്ടും ചിലപ്പം അത് ക്രെഡിറ്റ് ആക്കാതിരിക്കും. കാരണം ബാഡ് ക്വാളിറ്റി എന്നും പറഞ്ഞിട്ട് ചാർജ് ബാക്ക് ചോദിക്കുന്നുണ്ടോ. ഇതാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് റിവാർഡായിട്ട് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ $53 $53 പിന്നെ ഇപ്പോൾ അത് കയറും. അത് കുറച്ച് സ്ലോ ആയിട്ടേ കയറത്തുള്ളൂ. അപ്പോൾ 52 ഏണിങ്സിൽ നമ്മൾ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏണിങ്സിലും കാണാൻ പറ്റും. അതേപോലെ തന്നെ ആ സർവേയുടെ ഇത് കാണാൻ പറ്റും. ഇതിപ്പം റെഫറിൻ്റെതാണ് കാണിക്കുന്നത്. കുറച്ച് ടൈം എടുക്കും കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്ഡേറ്റ് ആയി വരാൻ ഒരു 10-15 മിനിറ്റ് എടുക്കും. ഇതാണ് ഏണിങ്സ് ടാബ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അപ്പം കണ്ടോ, ഇപ്പോൾ എനിക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫ്രീ പുഷ് ക്ലിക്ക് എന്നും പറഞ്ഞ് മെയിലെല്ലാം ഒരു ബോക്സിൽ വരും. അപ്പം തന്നെ നിങ്ങൾ എന്താ ചെയ്യുക, അത് പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് മേ ബി ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പം $5 $10 അല്ലാന്നുണ്ടെങ്കിൽ 0.6 0.10 അങ്ങനെ എന്തെങ്കിലും നമുക്ക് കിട്ടും. പിന്നെ മാസം എത്ര ഏൺ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുള്ളവർക്ക് പരമാവധി മാക്സിമം എന്തായാലും ഒരു 4000-5000 ഒക്കെ ഏൺ ചെയ്യാൻ പറ്റും. നല്ലവണ്ണം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗെയിംസിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നല്ല റവന്യൂ കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങളത് പരമാവധി യൂട്ടിലൈസ് ചെയ്യുക, നിങ്ങളത് ചെയ്ത് നോക്കുക. ഓക്കെ. പിന്നെ കുറേ പേര് പറയുന്നതെന്ന് വെച്ചാൽ വിഡ്രോ ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ അടുത്താണ് കേട്ടോ. ഈ വിഡ്രോ ചെയ്യാൻ പറ്റാത്തത് എന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നുകിൽ പേയ്മെൻറ്റ് അപ്ഡേറ്റ് ചെയ്ത് കാണത്തില്ല, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ 30 days ഓഫ് പേയ്മെൻറ്റ് ഹോൾഡ് എന്നൊരു ഓപ്ഷൻ ഇത് സംഭവം നിങ്ങൾക്ക് മെസ്സേജ് ബോക്സിൽ വന്നിട്ടുണ്ടാവും. നിങ്ങളത് ശ്രദ്ധിക്കാത്തതാണ്. അത് നിങ്ങൾ താഴോട്ടെടുത്തൊന്ന് നോക്കുക. കാരണം എന്തെന്ന് വെച്ചാൽ 30 ദിവസം പേയ്മെൻറ്റ് അവർ ഹോൾഡ് ചെയ്ത് വയ്ക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു സർവേ ചെയ്തതെന്ന് വെച്ചാൽ ആ സർവേ ചെയ്യുമ്പോഴത്തേക്ക് മേ ബി ആ സർവേ സൈറ്റ് അവർ ഈ ഫ്രോഡായിട്ട് ടൈം ബക്സ് ഫ്രോഡായിട്ട് കാണുന്ന ഏതെങ്കിലും ഒരു സൈറ്റിലെ സർവേ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാകും. അപ്പം അത് നമ്മൾ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി അവർക്ക് 30 ദിവസം വേണം. അപ്പോൾ ആ പേയ്മെൻറ്റ് സംഭവം അവർ ഹോൾഡ് ചെയ്ത് വെക്കും. 30 ദിവസം കഴിഞ്ഞിട്ട് ഫ്രോഡ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സൈറ്റിന് അവരെടുത്ത് കളഞ്ഞിട്ട് നമ്മളെ അക്കൗണ്ടിനും കാര്യങ്ങൾക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമുക്ക് ആ പൈസ തിരിച്ചു തരും. അപ്പോൾ 30 ദിവസം കഴിഞ്ഞ് കിട്ടും. നിങ്ങൾക്ക് മെസ്സേജ് എന്ന് നോട്ടിഫിക്കേഷൻ വരുന്ന മെസ്സേജ് ബോക്സ് എടുത്ത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുക. അതിൻ്റെ അകത്ത് എന്തായാലും നിങ്ങളുടെ അക്കൗണ്ടിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉടനെ തന്നെ അതിലൊരു മെസ്സേജ് വരുന്നതാണ്. അത് നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക.
കുറേ പേര് $10 പിൻവലിക്കാൻ പറ്റുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്ക് $3 ആകുമ്പോൾ എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം. അത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ വയ്യ. നിങ്ങൾ തന്നെ നിങ്ങളുടെ യൂസർ ടാബിൽ പോയിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ച് അവരുടെ അടുത്ത് ചോദിക്കുക. അതിൽ ഓപ്ഷൻസ് ഉണ്ടാവും. അത് നിങ്ങൾ മറക്കാതെ ചെയ്യുക. പിന്നെ ടൈം ബക്സിൽ ബാങ്ക് ട്രാൻസ്ഫർ മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുന്നവർക്കാണ്. അല്ലോ അല്ല, ബാങ്ക് ട്രാൻസ്ഫർ മാത്രമല്ല, ഇഷ്ടംപോലെ ഉണ്ട്. സ്ക്രില്ലുണ്ട്, എയർപ്ലേ ഉണ്ട്, പിന്നെന്താണ്, പേപ്പാൽ ഉണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ അക്കൗണ്ട് തുടങ്ങിയിട്ട് അവർ പറയുന്ന പോലെ അക്കൗണ്ട് തുടങ്ങിയിട്ട് ചെയ്യുക. എനിക്ക് എളുപ്പം ബാങ്ക് ട്രാൻസ്ഫർ ആയതുകൊണ്ടാണ് ഞാൻ ബാങ്ക് ട്രാൻസ്ഫർ കൊടുത്തത്. അതിൽ ഈ പറയുന്ന സംഭവങ്ങളിൽ അക്കൗണ്ട് തുടങ്ങുന്നത് എങ്ങനെയാണെന്നുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തുതരാം. ചിലതിലൊക്കെ ഫീ പിടിക്കും അതിൻ്റെ അകത്ത്. ഇതിൽ നിന്ന് പിൻവലിക്കുമ്പോഴൊരു ഫീ പിടിക്കും, പിന്നെ അതിലൊരു ഫീ പിടിക്കുമ്പോൾ കുറച്ച് നഷ്ടം വരും നമുക്ക്. അതുകൊണ്ടാണ് മേ ബി കുറച്ച് ഞാൻ ചെയ്യാത്തത്. പിന്നെ നിങ്ങളുടെ അടുത്ത് ഇപ്പോഴും ഞാൻ പറയുന്നു, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നു, നിങ്ങൾ സർവേ നോക്കി കണ്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒരു വർക്കിന് നിങ്ങൾ പോവരുത്. ഓക്കെ, അതായത് ഇപ്പോൾ കുറേ ഓൺലൈൻ തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്രയും ഇപ്പം 5000 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മാസം 30,000 രൂപയുടെ ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസ് വരുന്നുണ്ട്. നിങ്ങൾ അതൊന്നും ജസ്റ്റ് ചെന്ന് കേട്ടിട്ട് നിങ്ങൾ പോയി തല വെച്ച് കൊടുക്കരുത്. അതൊന്നും ഉള്ളതൊന്നും അല്ല. ഈ ടൈം ബക്സ് ഇതുവരെ സ്കാമും കാര്യങ്ങളൊന്നും ഇട്ടില്ല. കാരണം ഇത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നില്ലല്ലോ. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതെയല്ലേ നമ്മൾ അറിവ് കൊടുത്തിട്ട് മേടിക്കുന്നത്. ഇതിൽ ജസ്റ്റ് ഗെയിംസ് ഒക്കെ കളിച്ചാൽ തന്നെ പൈസ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്തത്. ഞാൻ കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നതിന് എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത് തരുന്നത്. അല്ലാതെ നിങ്ങൾ ആരും ഈ ടൈം ബക്സിൻ്റെ ടാസ്കിൽ തന്നെ ഇഷ്ടംപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന കുറേ വർക്കുകളുണ്ട്. അതൊന്നും നിങ്ങളടുത്ത് ചെയ്യാണ്ടിരിക്കുക, അതൊന്നും ചെയ്യണ്ട. കാരണം അതിൽ ക്രെഡിറ്റ് ആവുന്നുള്ളതൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങൾ അത് ചെയ്യണ്ട. എനിക്ക് അതിനോട് താല്പര്യമില്ല, നിങ്ങളത് ചെയ്യണ്ട. നിങ്ങൾക്കല്ലാതെ തന്നെ ഒരുപാട് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് വെറുതെ അത് പോയി ചെയ്യുന്നത്? അതൊക്കെ വിട്ടുകളയാം. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യാണ്ടിരിക്കുക. അതിപ്പം ഏതൊരു ജോലിക്കായാലും, നിങ്ങൾ ഓൺലൈൻ വഴി കിട്ടുന്നതായാലും ഇത് തന്നെ ആയിക്കോട്ടെ. ഇപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യാണ്ടിരിക്കുക. ഒരു ജോലിയും നമുക്ക് ആരും വെറുതെ തരത്തില്ല. ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് മേടിക്കണം, നമ്മളെ നിന്ന് പൈസ തട്ടിപ്പറിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അറിഞ്ഞുകൂടാത്ത കുറേ പേരുണ്ട് പൈസ കിട്ടാത്ത. ഈ ഇടയ്ക്ക് ഞാൻ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു, കൊച്ചിയിലെങ്ങാണ്ട ഇൻവെസ്റ്റ്മെൻറ്റ് വർക്ക് ഫ്രം ഹോം എന്നും പറഞ്ഞിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചോദിച്ച് തട്ടിച്ചുകൊണ്ട് പോയെന്ന്. അതിലെന്ന് വെച്ചാൽ നിങ്ങൾ വീഴാണ്ടിരിക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് ചോദിച്ചിട്ടൊന്നും വർക്ക് ഫ്രം ഹോം ചോദിച്ചുകൊണ്ട് ആരും വരത്തില്ല, ചെയ്തുകൊണ്ടും വരത്തില്ല. വർക്ക് ഫ്രം ഹോം എന്ന് പറയുമ്പോഴത്തേക്ക് വർക്ക് ഫ്രം ഹോം എന്ന് പറയുമ്പോൾ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ഇല്ലാത്തതാണ്. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എനിക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് സീരിയസ് ആയിട്ട് ബോധിപ്പിക്കാനുണ്ടായിരുന്നു. അതാണ് ഞാൻ പെട്ടെന്ന് വീഡിയോ ചെയ്തത്. പിന്നെ നിങ്ങൾക്ക് ഇനിയും ഡൗട്ട് കാണും, ഒരുപാട് ഡൗട്ട് ഉണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ഇൻബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ തരാം. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ.